നിധി സുനന്ദയെ ഉപദേശിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മൾ എത്ര എഫേർട്ട് എടുക്കുമോ അത്രയും തന്നെ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാതിരിക്കാനും നമ്മൾ എടുക്കണം. സുനന്ദയ്ക്ക് പേടിയാണ്. എങ്കിലും സുനന്ദ വയ്ക്കും, നിധി ഈ കാര്യത്തിൽ നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിധി പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ഒരു തീരുമാനമെടുത്താ പിന്നെ നീ അതിൽ നിന്ന് മാറരുത്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് നിധി പറയുമ്പോൾ സുനന്ദ വയ്ക്കും, അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? നിധി പറയും, ഉണ്ടാവും, വലിയ പ്രശ്നവും വഴക്കും ഒക്കെ ഉണ്ടാവും. ഇന്നേതായാലും ഇത്ര സമയമായില്ലേ, ഇനി നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ, വെറുതെ സംശയം തോന്നിക്കേണ്ട. എന്നിട്ട് നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ, നാളെ ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്താം. സുനന്ദ ചോദിക്കും, നടക്കുമോ? നിധി പറയും, ഈ കല്യാണം നടത്തണം, നടക്കും, അതെൻ്റെ ഉറപ്പാ. ചെക്കനും വീട്ടുകാരും കൂടെ സുനന്ദയുടെ വീട്ടിലേക്ക് വരികയാണ്. അവർ ജാതകത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറയും, ഞാൻ അവളെ വിളിച്ചിട്ട് ഇപ്പോൾ വരാം. സുനന്ദ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. അമ്മ പറയും, ഇപ്പോഴെങ്കിലും നിനക്കിങ്ങനെ തോന്നിയല്ലോ. പെൺകുട്ടികളുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ മറക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും, പിന്നെ അതൊക്കെ മാറും. അമ്മ ഇങ്ങനെ ഓരോ ഉപമ പറയാം. അതൊന്നും പക്ഷേ സുനന്ദയ്ക്ക് ഇഷ്ടാവില്ല. സുനന്ദ അതിനെ എതിർത്ത് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. സുനന്ദ പറയും, നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് കളിക്കുന്നൊരു കളിപ്പാവേണമെന്ന് ഞാനെന്ന് എനിക്ക് മനസ്സിലായി. നിന്ന് തന്നല്ലേ പറ്റൂ. ചെക്കൻ്റെ കൂടെ വന്ന അമ്മാവൻ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. സുനന്ദയുടെ അച്ഛൻ പറയും, അത്രയും കാശൊന്നും മുടക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല. കാര്യങ്ങളൊക്കെ ഞാൻ ചെക്കനോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും വെറും കൈയോടെ അവളെ അയക്കില്ല. ചെക്കൻ്റെ അച്ഛൻ പറയും, അതിലൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾക്കങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. സുനന്ദ ചായയും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെക്കനോട് ചോദിക്കും, പെൺകുട്ടിയോട് 10 മിനിറ്റ് സംസാരിക്കണം. അയാൾ പറയും, 10 മിനിറ്റ് സംസാരിച്ചിട്ടേ എനിക്ക് സുനന്ദയ്ക്ക് എന്നെയോ മനസ്സിലാവില്ലല്ലോ, അതിനൊക്കെ സമയമെടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ, അത് മതി. അവർ ചടങ്ങുകളൊക്കെ തീർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നിധി ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യുക. ഹരീഷിനും സുധീഷിനും ഒന്നും ഒട്ടും വിശ്വാസമില്ല. നിധി പറയും, ശരി, അവളെ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിച്ചൂടെ? സുധി പറയും, സമ്മതിച്ചു, പക്ഷേ സുഭാഷ് ചേട്ടനും കൂടി റെഡിയാണോ എന്ന് അറിയണ്ടേ? നിധി പറയും, സുഭാഷ് ചേട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ റെഡിയാണോ എന്ന് പറ. നികേഷ് പറയും, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്, അതിപ്പോൾ സുനന്ദേച്ചിയാണെങ്കിലും അതെ. സുധി പറയും, കല്യാണം മുടക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കിയിട്ടാണെങ്കിലും നടത്തിയിരിക്കും. ഹരീഷും അതിനെ സപ്പോർട്ട് ചെയ്യാണ്. നിധി പറയും, സുഭാഷ് ചേട്ടനോട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. സുഭാഷിനോട് കാര്യങ്ങൾ പറയുമ്പോൾ സുഭാഷ് സമ്മതിക്കില്ല. സുഭാഷ് പറയും, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് നമ്മളെ കണ്ടുകൂടാ, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ. നിധി പറയും, നാട്ടുകാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, സുഭാഷ് ചേട്ടന് സുനന്ദയെ ഇഷ്ടമാണോ? അത് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. സുഭാഷ് പറയും, ഇഷ്ടമുള്ളതൊക്കെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഹരീഷ് പറയും, അത് എന്ത് ഫിലോസഫി ഏട്ടാ, ഇഷ്ടമുള്ളത് നേടിയെടുക്കല്ലേ എന്ന് വേണ്ടത്. നിധി പറയും, ഹരീഷ് പറഞ്ഞതാണ് ശരി. നിധി രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറയാണ്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ഹരീഷ് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിന് പേടിയാവും. നിധി പറയും, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹരീഷ് പറയും, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്താലും പോലീസുകാർക്ക് ആരുടെ കൂടെ ജീവിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. പിന്നുള്ളത് ഇവിടെ വന്ന് അടിയുണ്ടാക്കുന്നതാ. വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവരെന്തൊക്കെ ചെയ്തു, എന്നിട്ടും നമ്മൾ നേരിട്ടില്ലേ, ഇതും നേരിടും. സുനന്ദയോട് സുഭാഷ് ചേട്ടനെ അമ്പലത്തിലെത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുഭാഷ് ചേട്ടൻ വരില്ലേ? സുഭാഷിന് പക്ഷേ അപ്പോഴും സമ്മതമല്ല. എല്ലാവരും കൂടെ സുഭാഷിനെ ഇതും പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. സുഭാഷ് അവർക്കൊക്കെ വേണ്ടി അതിന് സമ്മതം മൂളും.